അത് ഒറിജിനൽ കാണുമ്പോൾ നമുക്ക് അത് ആ ബാക്ക്ഗ്രൗണ്ട് അതൊരു ഐക്കോണിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ ഇതിൽ ചേഞ്ച് ആക്കിയപ്പോൾ എനിക്കതൊരു ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. സെയിം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ റീമാസ്റ്ററേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടിപൊളിയായിരുന്നു. കാരണം ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് തിയേറ്റർ പൂരപ്പറമ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ പറ്റിയാണ്. രാവണപ്രഭു എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിത്രം 4K ഡോൾബി അറ്റ്മോസിൽ 10-ാം തീയതി റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ റിലീസിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ചോദിച്ചാൽ തിയേറ്ററിൽ പോയി കാണുക മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അജാതി എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമയെ പറ്റി പറയാം. 2001 രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ, രേവതി, നെപ്പോളിയൻ, ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ക്വാളിറ്റി 4K ക്വാളിറ്റി മാറ്റിന് അത് 4Kയിലേക്ക് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിടെക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഒരുപാട് തവണ TV-യിലും മൊബൈലിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മൊബൈലൊക്കെ TV-യിലൊക്കെ കാണുമ്പോൾ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2002 ഞാൻ 2001 തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് മിസ്സായതാണ്. എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ തിയേറ്ററിലൊന്ന് മസ്റ്റായിട്ട് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ കണ്ടത്. ഒരുപാട് പ്രാവശ്യം പോയി കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോയി കണ്ടു. പാലസി സിനിമാസ് എന്നാണ് ഈ ഇത് കണ്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ, പിക്ചർ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് സീൻസുകൾ കാര്യങ്ങളൊക്കെ. ഇത് രാമപ്രഭുവിനെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പടം കണ്ടുകൊണ്ട് തന്നെ ഇപ്പോഴും യൂട്യൂബിൽ എടുത്ത് നോക്കിയ വീട്ടിൽ അതിൻ്റെ ക്ലിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഡയലോഗുകളായിക്കോട്ടെ മനപ്പാടാണ്. ഓരോ ഡയലോഗും മനപ്പാടാണ്. ഓരോ ഡയലോഗ് ആയിക്കോട്ടെ, സീൻ ബൈ സീൻ ആയിക്കോട്ടെ, അഭിനയ മുഹൂർത്തങ്ങളായിക്കോട്ടെ, ഓരോന്നും മനപ്പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ നമ്മൾ പോയി കാണുമ്പോൾ ചില സീൻസൊക്കെ നമുക്ക് ഇതിൽ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്, റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4K ഡോൾബി അറ്റ്മോസിലാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം, അത്രയ്ക്ക് പറയാനുള്ളൂ. പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതിൽ മൺമറഞ്ഞു പോയ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നെപ്പോളിയൻ ഓൾറെഡി ഉണ്ട്, പിന്നെ ഇന്നസെൻ്റ്, പിന്നെ NF വർഗീസ്, അങ്ങനെ അഗസ്റ്റിന്, പിന്നെ അതുപോലത്തെ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് നടന്മാർ നമ്മൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ജഗദീഷ് ശ്രീകുമാർ നഷ്ടപ്പെട്ടിട്ടില്ല, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അറിയാലോ, ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നില്ല. ഇപ്പോഴും നല്ല ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജഗദീഷ് ശ്രീകുമാറിനൊക്കെ ഒരു സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം കൊണ്ടാണ്. അപ്പോൾ ഇതിൽ പാടാറിങ്ങിയതിലെ പാട്ടുകളൊക്കെയാണ് ഭീകര ഹിറ്റുകളായിട്ടുള്ള പാട്ടുകളാണ്. തകില് പുകിലായിക്കോട്ടെ, പിന്നെ റൊമാൻറ്റിക് സോങ്സ് ഉണ്ട്, അറിയാതെ. അപ്പോൾ അങ്ങനെയുള്ള ഭീകരമായ ഹിറ്റുകളായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഒന്ന് സ്ക്രീനിൽ നേരിട്ട് ദൃശ്യങ്ങളാണ് പോയി കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഇഷ്ടപ്പെട്ടെന്ന് പറയാനില്ല, ഓൾറെഡി ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഞാൻ പോയി 150 രൂപ തൊട്ട് പോയി കണ്ടത്. ഈ സിനിമ ഒന്ന് വലിയ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരാഗ്രഹം ഉണ്ടായി, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിയേറ്റർ തന്നെയാണ്. പാലസി സിനിമാസിലാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്ക്രീനിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാൻ. തിയേറ്റർ പൂരപ്പറമ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാത്തിലും ട്രെൻഡിങ് ആണ്. ബുക്ക് മൈ ഷോയിലടക്കം. ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ബുക്കിംഗ് കൂടിയിട്ടുണ്ട്. ദിനംപ്രതി ബുക്കിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിലീസ് സിനിമയാണ്, പുതിയ സിനിമയല്ല. പുതിയ സിനിമക്ക് പോലെ അത്ര ബുക്കിംഗ് ഇല്ല ബുക്ക് മൈ ഷോയിൽ. അറിയാലോ, ഞാനൊരു ഭീകര ലാലേട്ടൻ ഫാനാണ്. എനിക്ക് ലാലേട്ടൻ്റെ
ആക്ഷൻ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലെനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചിത്രമാണ് രാവണപ്രഭു. ഈ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു. പിന്നെ എനിക്ക് സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീന്. ആ ഒരു സീൻ തന്നെയാണ്. അതിലുള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. പക്ഷെ അത് ഈ ഇതിൽ റീമാസ്റ്റർ ചെയ്ത് വന്നപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസോ അങ്ങനെ ഉണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവില്ല, കാരണം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള രാജമണിയാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഐക്കോണിക്കായിട്ട് നിൽക്കുന്നൊരു ബിജിഎമാണ്. ഒരു ഇൻട്രോയിൽ വരുന്നത് പ്രാഡോയിൽ മുരുകാന്ന് ജഗദീഷ് ശ്രീകുമാർ വിളിക്കുമ്പോൾ ഹൈവേ കൂടെ വരുന്നൊരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട് മോഹൻലാലിൻ്റെ. അപ്പോൾ അതെനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആ ഒരു സീനിൽ ഐക്കോണിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്, രാജമണി കൊടുത്തിരിക്കുന്നത്. വേറെ സിനിമയിൽ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൽ കുറച്ച് ചേഞ്ച് ആക്കിയിട്ടാണ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത്ര വർക്കായിട്ടില്ല. അത് ഒറിജിനൽ കാണുമ്പോൾ നമുക്ക് അത് ആ ബാക്ക്ഗ്രൗണ്ട് അതൊരു ഐക്കോണിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ ഇതിൽ ചേഞ്ച് ആക്കിയപ്പോൾ എനിക്കതൊരു ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. സെയിം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ റീമാസ്റ്ററേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടിപൊളിയായിരുന്നു. കാരണം ഇത് ഡോൾബി അറ്റ്മോസിലാണ് കാണുന്നത്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് കാണുമ്പോൾ ആ മ്യൂസിക് വേറൊരു ഫീൽ തന്നെയാണ്. പക്ഷേ ഇതിൽ ചേഞ്ച് ആക്കിയപ്പോൾ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിന് സീനിന് മാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ചേഞ്ചിങ് വന്നിട്ടുണ്ട് അതിൽ, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേഞ്ചിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ റീമാസ്റ്റർ വേർഷനിൽ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. ലാലേട്ടൻ്റെ രേവതിയൊക്കെയുള്ള ഒരു ഇമോഷണൽ സീൻസ് ഉണ്ട് രേവതി മരിക്കുമ്പോഴുള്ള. അപ്പോൾ അതിൽ ശരിക്കും മൊബൈലിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ ഇത് സ്ക്രീനിൽ നമ്മളിങ്ങനെ ഡോൾബി അറ്റ്മോസിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. ഈ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള നല്ല തിയേറ്റർ തന്നെ ഈ സിനിമ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അത്രയും പറയാനുള്ളത്. താങ്ക് യു. ലൈക്ക് ചെയ്യുക.